എന്തല്ലാ ചങ്ങായിമാരെ വർത്താനോ ഇങ്ങനെ ഇരുന്നാ മതിയാ? വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഇന്ന് നമുക്ക് മലബാറുകാരെ സ്വന്തം ചായക്കടിയായ ഉന്നക്കായ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുമല്ലോ എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. നമുക്ക് വീട്ടിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ഇതങ്ങ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്ന മെയിൻ സാധനം നമ്മളെ നേന്ത്രപ്പഴം തന്നെയാണ്. ഇതിനെ നമ്മളെ നാട്ടിൽ നേന്ത്രപ്പഴം എന്ന് വിളിക്കും, തെക്കോട്ട് ഇതിനെ ഏത്തക്കാന്ന് പറയും. എന്ത് തന്നെയായാലും സാധനം ഒന്ന് തന്നെ. നേന്ത്രപ്പഴം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും നേന്ത്രപ്പഴമൊന്നും പീടിയെ പോയിട്ട് വാങ്ങറ്. നമുക്ക് വേണ്ടുന്ന ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഉന്നക്കായ ഉണ്ടാക്കാൻ 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഉന്നക്കായൻ്റെ ഫില്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 50 ഗ്രാം ഈത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ 2-3 എണ്ണം കാണൂലേ, അത് വേറെ കാര്യം. പിന്നെ ഒരു സുമാറ് 30 ഗ്രാം ബദാമും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമല്ല, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പും 25 ഗ്രാം കിസ്മിസും ഒരു 100 ഗ്രാമിൻ്റെ നെയ്യും ഞാൻ എടുത്തു വെച്ചിന്. പിന്നെ നിങ്ങൾ മറന്നുപോകാത്തൊരു കാര്യം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെക്കണം. അരമുറി തേങ്ങ ചിരകിയതും കൂടി എടുത്തു വെക്കണം. അതിവിടെ കാണിക്കാൻ ഞാൻ വിട്ടുപോയേ. അപ്പം എങ്ങനെയാ ഉണ്ടാക്കി തുടങ്ങണല്ലേ? ആദ്യത്തെ പണി എന്ന് വെച്ചാൽ നമ്മൾ ഈ നേന്ത്രപ്പഴം നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് എല്ലാവരുടെ വീട്ടിലും ഇഡ്ഡലി കുട്ടകം ഉണ്ടാവുമല്ലോ. ആ ഇഡ്ഡലി കുട്ടകത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഈ പഴമെല്ലാം പുഴുങ്ങാനായിട്ട് വെക്കുക. മുഴുവനായിട്ട് വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു പഴത്തിനെ 2 മുറിച്ചിട്ട് വേണം നമ്മളത് വെക്കാൻ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഈ പഴം പുഴുങ്ങിയതിൻ്റെ ഒരു മണം നമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. അപ്പോൾ മൂടി തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി എടുത്തിട്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് കുത്തി നോക്കുക, നമ്മളെ വേവ് ആയിനോന്ന്. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് അതങ്ങ് മാറ്റി വെക്കുക. പുഴുങ്ങിയ പഴം ഒന്ന് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിന് ഫില്ലിങ് അങ്ങ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാന് വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചെറുതായി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറുതാക്കി മുറിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് ഒന്ന് വഴറ്റുക. അതിന് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ വരണമെന്നേ ഉള്ളൂ. എന്നിട്ടിതിലേക്ക് കിസ്മിസും അരമുറി തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരേക്കും നമ്മൾ വഴറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതിയേ. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ നെയ്യ് അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബാക്കിയുള്ള സാധനം എന്തെന്നാ ഈത്തപ്പഴം അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കുക. ഈ ഫില്ലിങ്ങിൻ്റെ അവസാനത്തെ പരിപാടി എന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കല. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. കാരണം എന്താണെന്നറിയോ, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈത്തപ്പഴവും കിസ്മിസും എല്ലാം ചേർത്തിട്ടുണ്ട്. കൂടാണ്ട് പഞ്ചസാര ആദ്യം തന്നെ ചേർക്കരുത്, മെൽറ്റായി പോവും. അവസാനം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്കിത് കഴിക്കുമ്പോൾ അത് ഈ പഞ്ചസാര ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഈ ഫില്ലിങ് ഉണ്ടാക്കിയ നേരം കൊണ്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ച പഴമെല്ലാം നല്ല പോലെ തണുത്തിന്. അപ്പം നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. അതിന് മുമ്പായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കുത്തു പോലെ ഉണ്ടാവൂലേ, അതങ്ങ് എടുത്തു കളഞ്ഞാലും നല്ലതായിരിക്കും. അത് എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് ചെയ്യുന്നതല്ലേ നല്ല. ഇനി നമുക്ക് സർവ്വശക്തി ഉപയോഗിച്ച് ഈ പഴം അങ്ങ് ഉടച്ചെടുക്കാം. അതിന് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കൈകൊണ്ട് ചെയ്യുക, അതല്ല ഇത് ഉടക്കാനായിട്ടുള്ള കിൽമാണ്ടീസ് ഉള്ളവർ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. എങ്ങനെയായാലും അത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഒരു പക്ഷേ നിങ്ങൾ പഴം വേവിക്കാൻ വെച്ചപ്പോൾ ഈ പഴത്തിൻ്റെ വേവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവണ്ട. കുറച്ച് അരിപ്പൊടി അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആക്കിയാൽ മതി, സംഭവം അങ്ങ് കട്ടിയായിക്കോളും. ഇനിയാണ് മെയിൻ പണി. നമ്മൾ 2 കൈയിലും നമ്മൾ വെളിച്ചെണ്ണ തേക്കുക. എന്നിട്ട് ഈ പുഴുങ്ങിയ ഉടച്ച പഴം ഉണ്ടല്ലോ, അത് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിനങ്ങോട്ടേക്ക് പരത്തുക. എന്നിട്ട് ആവശ്യമുള്ള ഈ ഫില്ലിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറ്റും പോലെ 2 അറ്റവും ആ ഒരു സൈഡെല്ലാം ചേർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഷേപ്പിലേക്ക് അതിനാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ എണ്ണ തേക്കാൻ മറന്നു പോകരുതേ, എങ്കിൽ മാത്രമേ നമുക്കൊരു ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫില്ലിങ്ങും ചേർത്തിട്ട് ഇത്രയും ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ചിലത് വലുതും ചിലത് ചെറുതായിട്ടെല്ലാം ഉണ്ടാവേ, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ചിട്ട് പാന് വെച്ചിട്ട് അതിൽ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഓരോ ഉന്നക്കായായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫില്ലിങ് പൊട്ടിപ്പോകരുത്. ഇത് എണ്ണയിലിട്ട് പൊരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ കിട്ടണം, അത്രയേ ഉള്ളൂ. പഴം ഓൾറെഡി വേവിച്ചതാണ്, അതിൻ്റെ ഫില്ലിങ്ങും നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് എണ്ണയിലിട്ട് വറക്കുന്നത്.
ഇത് മുങ്ങിപ്പൊരിയാനുള്ള എണ്ണയൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ നമ്മൾ ഒഴിക്കേണ്ടതുള്ളൂ. ഫൈനലി നമ്മൾ മലബാറുകാരുടെ സ്വന്തം 4 മണി പലഹാരമായ ഉന്നക്കായ ഇവിടെ റെഡിയായിട്ടുണ്ട്. വാ, കാണാൻ തന്നെ എന്നാ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും. ഈ മഴ സമയത്ത് നല്ല ചൂട് ഉന്നക്കായും നല്ല ചൂട് ചായയും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് നിങ്ങൾക്കും അറിയണ്ടേ? അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഇതൊന്ന് ഉണ്ടാക്കാൻ നോക്കുക. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല കിടുക്കാച്ചി വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്.